കോഴിക്കോടിന്റെ കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരം തന്നെയായിരുന്നു MT എന്ന രണ്ടക്ഷരം. 65 വർഷമായി MT കോഴിക്കോടിന്റെ വികാരമായി മാറിയിട്ട്. MTയെ വളർത്തിയ കോഴിക്കോടെന്ന് പറഞ്ഞാലും MT വളർത്തിയ കോഴിക്കോടെന്ന് പറഞ്ഞാലും തെറ്റില്ല. മലബാറിന്റെ മണ്ണിന് MTയോടുള്ള ഇഴയടപ്പും വാക്കുകൾക്കും അതീതമാണ്. MTയുടെ വിയോഗം കോഴിക്കോടിന് താങ്ങാവുന്നതിലധികം വേദനയാണ് സമ്മാനിക്കുന്നത്. കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലെ ഉമ്മറക്കോലായിൽ ബീഡി വലിച്ചുകൊണ്ട് MT എഴുതി. മരണം പിറവി പോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രധാന ചടങ്ങാണ്, ആഘോഷമാണ്. ആ തൂലികയിൽ നിന്നും പിന്നെയും അനർഘനിർഘളമായി വാക്കുകൾ ഒഴുകി. കോഴിക്കോടിന്റെ മണ്ണിൽ MTയുടെ അക്ഷരങ്ങൾ ആഴ്ന്നിറങ്ങി. വൈക്കം മുഹമ്മദ് ബഷീറും ഉറൂബും തിക്കോടിയനുമൊക്കെ നിറഞ്ഞു നിന്ന കോഴിക്കോട് MTയെ കൂടി മാടി വിളിച്ചു. കൂടല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് 1956 ജോലി കിട്ടി MT കോഴിക്കോടേക്ക് എത്തുന്നത്. ചാലപ്പുറത്തെ ഒരു ഹോട്ടൽ മുറിയായിരുന്നു MTയുടെ കോഴിക്കോട്ടെ ആദ്യ ഇടം. ആ ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഇരുട്ടിന്റെ ആത്മാവ് ജന്മം കൊണ്ടത്. പിന്നീട് മാറി മാറി പല ഹോട്ടലുകളിൽ താമസം. MTയെ സംബന്ധിച്ച് എഴുത്തുമേശയിടാനുള്ള ഒരിടമായിരുന്നു ഹോട്ടലുകൾ. കൂടല്ലൂരാണ് എഴുതാനുള്ള വിഭവങ്ങൾ നൽകിയതെങ്കിലും കോഴിക്കോടാണ് എഴുതാനൊരിടം തന്നതെന്ന് MT പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിർമാല്യം, ഓളവും തീരവും തുടങ്ങി MTയുടെ എഴുത്തിന് സാക്ഷ്യം വഹിക്കാൻ കോഴിക്കോട്ടെ ഹോട്ടലുകൾക്ക് ഭാഗ്യമുണ്ടായി. ആകാശവാണിയിലെ ജോലി കഴിഞ്ഞ ബഷീറിനൊപ്പം കടൽ തീരത്ത് ചെലവഴിച്ച സായാഹ്നങ്ങളും അവിടെ നിന്ന് ഉടലെടുത്ത സൗഹൃദങ്ങളും MT എന്ന മനുഷ്യന്റെ എഴുത്തിന് കരുത്തു പകർന്നു. മിഠായി തെരുവിൽ നിന്നാണ് താൻ ജിലേബി എന്ന പലഹാരം ആദ്യമായി അനുഭവിച്ചതെന്ന് MT പറഞ്ഞതോർത്തു പോവുകയാണ്. കോഴിക്കോടിന്റെ ഗന്ധം നിഴലിക്കാത്ത MTയുടെ കഥകൾ വിരളമാണ്. 65 വർഷമായി MT എന്ന രണ്ടക്ഷരം കോഴിക്കോടിന്റെ വികാരമായി മാറിയിട്ട്. G ശങ്കരക്കുറുപ്പിനു ശേഷം ജ്ഞാനപീഠ ജേതാക്കളുടെ നഗരമായി കോഴിക്കോട് വളർന്നത് MTയിലൂടെയാണ്. ഇനി എല്ലാ കാലത്തും MTയിലൂടെ തന്നെയായിരിക്കും കോഴിക്കോട് അറിയപ്പെടുക. ജനം, കോഴിക്കോട്.